Hi friends, എൻ്റെ പേര് Deepthi. Welcome to Learn English with Deepthi. ഇന്ന് നമ്മൾ abbreviations അല്ലെങ്കിൽ ഷോർട്ട് ഫോംസിൻ്റെ കൂടെ a ആണോ an ആണോ ഉപയോഗിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം ഞാൻ കുറച്ച് abbreviations പറയാം. ഇതിൻ്റെ കൂടെ എന്താണ് വരേണ്ടതെന്ന് നിങ്ങളൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുക. അതിനുശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുക എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം. FBI agent, CBI agent, SUV, UN ambassador, MBA degree, BA degree, NFL player, RSVP, FYI, SOS. നമുക്ക് ആദ്യം ഒരു എളുപ്പമുള്ളത് വെച്ച് തുടങ്ങാം. BA ഡിഗ്രി, ഇതിൻ്റെ തുടക്കത്തിൽ ബി ആണ്. ബി ഒരു കോൺസണൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും അവിടെ എ ആണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ അത് കറക്റ്റാണ്. അവിടെ എ ആണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. BA ഡിഗ്രി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് MBA ഡിഗ്രി നോക്കാം. ഇതിൻ്റെ തുടക്കം M, അതൊരു കോൺസണൻ്റ് ആണ്, അത് വെച്ചാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കും അതിൻ്റെ കൂടെ എ ആണ് ഉപയോഗിക്കേണ്ടതെന്ന്. പക്ഷേ അവിടെ കറക്റ്റായിട്ട് എ അല്ല വരുന്നത്. കാരണം നമ്മൾ M എന്നുള്ള അക്ഷരമാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. M എന്നുള്ള അക്ഷരം പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എം അല്ലേ? ഇതിൻ്റെ തുടക്കത്തിൽ ഒരു എ സൗണ്ട് ഉണ്ട്. അത് ഇ എന്നുള്ള വാവൽ ഉണ്ടാക്കുന്ന സൗണ്ടാണ് എ. അപ്പോൾ നമ്മൾ എലിഫൻറ്റിന് മുന്നേ ഇതേ സൗണ്ട് ഉണ്ട്. എലിഫൻറ്റ് അല്ലേ? അതേ സൗണ്ടാണ് ഈ എമ്മിൻ്റെ തുടക്കത്തിലുള്ളത്. എം അല്ലേ? അപ്പോൾ ഈ തുടക്കം ഒരു വാവൽ സൗണ്ടാണ്. അപ്പോൾ വാവൽ സൗണ്ട് വെച്ച് തുടങ്ങുന്നത് കാരണം നമ്മളിവിടെ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. MBA ഡിഗ്രി അല്ല, ആൻ MBA ഡിഗ്രി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് CBI ഏജൻറ്റും FBI ഏജൻറ്റും നോക്കാം. ഇത് രണ്ടും കോൺസണൻസ് വെച്ചാണ് തുടങ്ങുന്നത് അല്ലേ? സി ഒരു കോൺസണൻ്റ് ആണ്, എഫും ഒരു കോൺസണൻ്റ് ആണ്. പക്ഷേ ഇത് രണ്ടും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ എയും ആനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം. ആദ്യം നമുക്ക് CBI നോക്കാം. തുടക്കം എങ്ങനെയാണ്? CBI. സി ഇതൊരു വാവൽ സൗണ്ട് എന്തെങ്കിലും അവിടെ കേൾക്കുന്നുണ്ടോ? അവിടെ വാവൽ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. സി എന്നുള്ള സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ എ ഉപയോഗിക്കുന്നതാണ് കറക്റ്റ്. കാരണം അതൊരു കോൺസണൻറ്റ് സൗണ്ട് വെച്ചാണ് തുടങ്ങുന്നത്. ഇനി FBI നോക്കാം. FBIയുടെ എഫ് എന്നുള്ള വാക്ക് നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? എഫ് എന്നുള്ള അക്ഷരം എഫ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇ സൗണ്ട് വരുന്നുണ്ട്. എലിഫൻറ്റിനെ പോലത്തെ ആ തുടക്കത്തിൽ ഒരു ഇ സൗണ്ട് വരുന്നുണ്ട്. എഫ്. അപ്പോൾ തുടക്കം ഒരു വാവൽ സൗണ്ട് ആയത് കാരണം FBI ഏജൻറ്റ് എന്നുള്ളതിന് ആൻ ആണ് ഉപയോഗിക്കുന്നത്, എ അല്ല. CBI ഏജൻറ്റ്, ആൻ FBI ഏജൻറ്റ്. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് SUV. ഇതിൻ്റെയും തുടക്കത്തിലെ അക്ഷരം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ആ അക്ഷരത്തിൻ്റെ പേര് SUV. ഇവിടെയും സെയിം ആണ്. സൗണ്ട് ഉണ്ട്. ഇ എന്നുള്ള ആ ഒരു അക്ഷരത്തിൻ്റെ സൗണ്ട്, വാവൽ സൗണ്ട് തുടക്കത്തിലുണ്ട്. എസ് എന്ന് നമ്മൾ പറയുമ്പം എസ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ മുന്നിൽ ആൻ ആണ് വരുന്നത്. കാരണം തുടക്കം ഒരു വാവൽ സൗണ്ടാണ്. ആൻ SUV. NFL പ്ലെയർ. എൻ എന്നുള്ള അക്ഷരം നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? എൻ. ഇവിടെയും ഇ മുന്നിൽ വരുന്നുണ്ട്, ഇ സൗണ്ട്, എൻ. അതുകൊണ്ട് ഇവിടെയും ആൻ NFL പ്ലെയർ എന്നാണ് പറയുന്നത്. അടുത്തത് RSVP. ഇത് തുടങ്ങുന്നത് ആർ എന്നുള്ള കോൺസണൻ്റ് വെച്ചാണ്. പക്ഷേ ആ അക്ഷരം നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ആർ എന്നാണ്. അപ്പോൾ ഇവിടെ വാവൽ സൗണ്ട് ഉണ്ടോ? ഓർ. ഞാൻ ഒരു വാക്ക് പറയാം.
ആർട്ട്, ART എന്നുള്ള ആ വാക്ക് ആർട്ട്. ഇതേപോലെ അല്ലേ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ആർട്ട് അല്ലേ. പിന്നെ തുടക്കത്തിലൊരു സൗണ്ട് ഉണ്ട്. എ എന്നുള്ള വാവൽ ഉണ്ടാക്കുന്ന സൗണ്ട് ഇതിൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് RSVPയുടെ മുന്നിൽ ആൻ ആണ് വരേണ്ടത്. കാരണം തുടക്കം ആർ ആണ്. ഇതൊരു വവൽ സൗണ്ടാണ്. ആൻ RSVP. FYI, ഇത് നിങ്ങൾക്കറിയായിരിക്കും, കാരണം നമ്മൾ ഓൾറെഡി FBI നോക്കി. FBI നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എഫിൻ്റെ തുടക്കത്തിൽ ഒരു എ സൗണ്ട് ഉണ്ടെന്ന് അല്ലേ. അപ്പോൾ അതേ സെയിം സിറ്റുവേഷനാണ് ഇവിടെയും അതേ എഫ് ആണ് തുടക്കത്തിൽ. FYI, എഫ്. അപ്പം വവൽ സൗണ്ട് വെച്ച് തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ മുന്നിൽ ആൻ ആണ് വരുന്നത്. ആൻ FYI. അടുത്തത് SOS. ഇവിടെ എസ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? എസ്, ഈ സൗണ്ട് വരുന്നുണ്ട് അല്ലേ. ഈ എന്നുള്ള വാവൽ സൗണ്ട് എസിൻ്റെ എന്ന അക്ഷരത്തിൻ്റെ പ്രൊനൗൺസിയേഷന് മുന്നിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മുന്നിൽ ആൻ ആണ് ഇടുന്നത്. വി സെൻഡ് ആൻ SOS സിഗ്നൽ എന്നാണ് കറക്റ്റായിട്ട് പറയേണ്ടത്. UN അംബാസിഡർ. ഇവിടെ നമ്മൾ തുടങ്ങുന്നത് യു എന്നുള്ള വാവൽ വെച്ചാണ്. നമ്മൾ പ്രതീക്ഷിക്കും ഇതിന് മുന്നിലൊരു ആൻ വരാൻ സാധ്യതയുണ്ടെന്ന് അല്ലേ. ആൻ UN അംബാസിഡർ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അത് ശരിയല്ല. കാരണം യു എന്ന് പറയുന്ന അക്ഷരം വാവൽ ഉണ്ടാക്കുന്ന സൗണ്ട് എന്നുള്ള സൗണ്ടാണ്. ഇപ്പം നമ്മൾ അംബ്രല്ല എന്ന് പറയില്ലേ, ആൻ അംബ്രല്ല നമ്മൾ പറയും. അംബ്രല്ലയുടെ മുന്നിൽ ആ സൗണ്ട് എന്നുള്ള സൗണ്ടാണ്. അതാണ് യു എന്നുള്ള വാവൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്. പക്ഷേ ആ സൗണ്ടാണോ ഇവിടെ നമ്മൾ കേൾക്കുന്നത്? യു എന്നുള്ള സൗണ്ടല്ലേ കേൾക്കുന്നത്. അപ്പോൾ യു എന്നുള്ള സൗണ്ട് വരുമ്പോഴത്തേക്കിനും നമ്മൾ അതൊരു വാവൽ സൗണ്ട് അല്ലാത്ത കാരണം അതിൻ്റെ മുന്നിൽ ആൻ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം ഇത് നമ്മൾ UN അംബാസിഡർ എന്ന് പറയണം. ഇത് ഫുൾ ഫോം ആയിരുന്നെങ്കിലും നമ്മളിത് തന്നെ പറയും. ഇപ്പം യുണൈറ്റഡ് നേഷൻസ് അംബാസിഡർ എന്നാണെങ്കിലും നമ്മളതിൻ്റെ മുന്നിലും തന്നെ പറയും. കാരണം യുണൈറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പം അവിടെയും യു എന്നുള്ള അക്ഷരം ഒരു വാവൽ സൗണ്ട് ഉണ്ടാക്കുന്നില്ല അല്ലേ. എവിടെയും യു എന്നാണ് തുടക്കം, യുണൈറ്റഡ്. അപ്പം യു എന്നുള്ള അക്ഷരം സൗണ്ട് വാവൽ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിൻ്റെ മുന്നിൽ ആൻ എടുത്തുള്ളൂ. അല്ലെങ്കിൽ അതിന് മുന്നിൽ എ ആണ് വരുന്നത്. അതുകൊണ്ട് UN അല്ലെങ്കിൽ US സിറ്റിസൺ എന്നൊക്കെ പറയുമ്പോൾ US സിറ്റിസൺ എന്നാണ് പറയുന്നത്, ആൻ എന്നല്ല. അത് യു വെച്ച് തുടങ്ങുകയാണെങ്കിലും. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ ഞാൻ പറഞ്ഞു തരാം. ആൻ MRI, ആൻ RJ, ആൻ SAT ക്ലാസ്, GRE. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നമ്മൾ ഇനീഷ്യലിസംസ് ഉപയോഗിക്കുമ്പം ഏതൊക്കെ അക്ഷരങ്ങളുടെ മുന്നിലാണ് വാവൽ സൗണ്ട്സ് വരുന്നത്, ഏതൊക്കെ കോൺസണൻസിൻ്റെ മുന്നിൽ വാവൽ സൗണ്ട്സ് വരുമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ഓർത്ത് വെച്ചാൽ കറക്റ്റായിട്ട് ഇനീഷ്യലിസംസിൻ്റെ മുന്നിൽ എ ആണോ ആൻ ആണോ എന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോളോയിങ് കോൺസണൻസിനാണ് വാവൽ സൗണ്ട് തുടക്കത്തിലുള്ളത്. F, H, L, M, N, R, S, X. അപ്പം ഇത്രയും കോൺസണൻസിൻ്റെ തുടക്കത്തിലെ സൗണ്ട് ഒരു വാവൽ സൗണ്ടാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഒരു ഇനിഷ്യലിസത്തിൻ്റെ മുന്നിൽ ഉപയോഗിക്കുമ്പോൾ അതിന് മുന്നിൽ ആൻ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട എക്സാമ്പിൾസ് എല്ലാം ഇനീഷ്യലിസംസ് ആയിരുന്നു. ഇനീഷ്യലിസംസ് എന്ന് വെച്ചാൽ ഒരു തരം അബ്രീവിയേഷനാണ് അല്ലെങ്കിൽ ഷോർട്ട് ഫോമാണ്. നമ്മൾ ഓരോ അക്ഷരം വേറെ വേറെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CBI നമ്മൾ ഓരോരോ അക്ഷരമായിട്ടല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നത്, CBI അല്ലേ. പക്ഷേ ഇനി ഈ FIFA എന്നുള്ള വാക്ക് നോക്കുക, അതൊരു ഷോർട്ട് ഫോമാണ്. FIFA എന്ന് നമ്മൾ എഴുതിയിട്ട് നമ്മളത് ഫിഫ എന്നൊരു വാക്ക് പോലെ വായിക്കുകയാണ്. അങ്ങനെ ഉള്ള ഷോർട്ട് ഫോംസിനെ നമ്മൾ ആക്രോണിംസ് എന്ന് പറയും. ഇനി നമുക്ക് ആക്രോണിംസിൻ്റെ കൂടെ എ ആണോ ആൻ ആണോ ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കാം.
അപ്പോൾ ആക്രോണിംസും ഷോർട്ട് ഫോംസ് ആണ്. പക്ഷേ ഇങ്ങനെ നമ്മളൊരു വാക്ക് പോലെ കൂട്ടി വായിക്കുമ്പോൾ ഇതിന് ഈ നമ്മൾ ഇനീഷ്യലിസംസിന് ഉപയോഗിച്ച അതേ റൂൾസ് അല്ല ഉപയോഗിക്കുന്നത്. ഇതൊരു വേർഡ്സിൻ്റെ റൂൾസാണ്. നമ്മൾ സാധാരണ വാക്കുകൾക്ക് ഉപയോഗിക്കുന്ന റൂൾസ് തന്നെ ഈ ആക്രോണിംസിന് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പം NATO എന്നുള്ള ആക്രോണിം എ ആണോ ആൻ ആണോ അതിൻ്റെ മുന്നിൽ വരേണ്ടത്? നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ കണ്ടു, നമ്മൾ ഇനീഷ്യലിസംസ് നോക്കിയപ്പോൾ നമ്മൾ കണ്ടു NFL എന്നുള്ളത് ആൻ NFL എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ നെയ്റ്റോയുടെ മുന്നിൽ എ ആണോ ആൻ ആണോ വരേണ്ടത്? ഇതിൻ്റെ തുടക്കത്തിലെ സൗണ്ട് എന്താണ്? NATO ന സൗണ്ടാണ്. അതിന് മുന്നിലൊരു എ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നമ്മൾ എൻ എന്ന് പറയുന്ന സൗണ്ട് അവിടെ കേൾക്കുന്നില്ല അല്ലേ? NATO എന്നാണ് വരുന്നത്. അപ്പം അതിന് മുന്നിൽ ഒരു വവൽ സൗണ്ട് ഇല്ല. എൻ എന്നുള്ള അക്ഷരം പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, ന എന്നുള്ള സൗണ്ട്. സോ അവിടെ എ വന്നാൽ മതി, കാരണം തുടക്കം ഒരു കോൺസണൻറ്റ് സൗണ്ടാണ്. എ NATO അഗ്രിമെൻറ്റ് എന്നാണ് കറക്റ്റായിട്ട് പറയേണ്ടത്. ഫീഫ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ FBI നോക്കിയപ്പോൾ കണ്ടു ആൻ FBI ഏജൻറ്റ് എന്നാണ് പറയുന്നത്, കാരണം എഫ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഫിഫയിൽ എങ്ങനെയാണ്? ഫിഫയിൽ ഫ് എന്നാണ് അക്ഷരം സൗണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ? അവിടെ ഫീഫ അല്ലേ എന്നാണ് ആ സൗണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു വവൽ സൗണ്ട് അല്ല അതിൻ്റെ തുടക്കത്തിൽ, അതൊരു കോൺസണൻറ്റ് സൗണ്ടാണ്, ഫ് എന്നുള്ള സൗണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിൽ എ ഇട്ടാൽ മതി. എ ഫീഫ പ്ലെയർ. ലാൻ, ഇത് LAN എന്ന് എഴുതുവാണെങ്കിലും നമ്മളത് ലാൻ എന്നാണ് വായിക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിലെ സൗണ്ട് എന്താണ്? ലാൻ, അല്ലേ? സൗണ്ടാണ്. അതിന് മുന്നിൽ വവൽ സൗണ്ട് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ എ വന്നാൽ മതി. എ ലാൻ നെറ്റ്വർക്ക്. യുനെസ്കോ, ഇത് നമ്മളൊരു വാക്ക് പോലെ കൂട്ടി വായിക്കുകയാണ്. യുനെസ്കോ. ഇതിൻ്റെ തുടക്കം എന്ത് സൗണ്ടാണ്? യുനെസ്കോ. യു എന്നുള്ള സൗണ്ടാണ്. നമ്മൾ യു എന്നുള്ള അക്ഷരം ഉപയോഗിക്കുന്നെങ്കിലും വവൽ സൗണ്ട് അല്ല അവിടെ വരുന്നത്. യുവിൻ്റെ വവൽ സൗണ്ട് എന്താണ്? ആണ് യുവിൻ്റെ വവൽ സൗണ്ട്. അതല്ല അവിടെ വരുന്നത്, യു എന്നുള്ള സൗണ്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ഇതൊരു കോൺസണൻറ്റ് സൗണ്ടാണ് മുന്നിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ എ യുനെസ്കോ എംപ്ലോയി എന്ന് പറയാം നമുക്ക്. ഇന്ന് നമ്മൾ ഇനീഷ്യലിസംസിൻ്റെയും ആക്രണിംസിൻ്റെയും ഒക്കെ കൂടെ കറക്റ്റായിട്ട് എ ആണോ ആൻ ആണോ ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു. ഇതൊരു ട്രിക്കി ഒരു സംഭവമാണ്, പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഇന്ന് നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് വീഡിയോ ലൈക്കും ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.